അതെ, വരുന്ന വാർത്തകളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇത്രത്തെ 120ഓളം വാഹനങ്ങൾ, 118 വാഹനമാണ് പറഞ്ഞത്. അപ്പൊ അത്ര വാഹനങ്ങൾ ഇവിടെ ഈ വ്യവസ്ഥാപിതമായ അല്ലാത്ത മാർഗത്തിൽ കൂടി, കള്ളക്കടത്തിൽ കൂടി കൊണ്ടുവന്നിട്ടെന്നും അത് അന്വേഷണം വളരെ ഉചിതമായി പോകുന്നു എന്നൊക്കെയാണ് കേട്ടത്. പക്ഷെ ഇപ്പോഴതിനെപ്പറ്റി വാർത്തകളൊന്നും വരുന്നില്ല. അപ്പോൾ അന്വേഷണം മന്ദഗതിയിലാണെന്ന് തീർച്ചയായും പറയാൻ പറ്റും. പിന്നെ പക്ഷെ ഒരു അന്വേഷണം വളരെ ഗോപ്യമായി നടത്തേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷനിൽ വേറെ പുതിയ കാര്യങ്ങൾ വരാത്തതുകൊണ്ടും ആയിരിക്കാം അന്വേഷണ ഏജൻസി അത്തരത്തിൽ വാർത്തകളൊന്നും വരാതിരിക്കുന്നത്. എന്തായാലും അന്ന് പറഞ്ഞ ആ ഇൻഫർമേഷൻ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഭൂട്ടാനിലെ ഒരു ഏജൻസിയും അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയിലത്തെ ബാക്കി ഈ പല വിഭാഗങ്ങളും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പം അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ കാണുന്നില്ല. അത് ചിലപ്പം അന്വേഷണ ഏജൻസി ഈ പുതിയ തെളിവുകൾ അല്ലെങ്കിൽ പുതിയ ഫാക്ട്സ് വരാത്തതുകൊണ്ടായിരിക്കും. അത് അന്വേഷണത്തിൽ മുറക്കെ അത് പുറത്തു വരുന്ന മുറക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഇടനിലക്കാരുടെ അടക്കം വിവരങ്ങൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു പൊതുജനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് ഒരുപക്ഷെ തൊടാൻ പോലും സാധിക്കാത്ത ഒരു വലിയ ലോബി ആയിരിക്കാം. അതിന് പിന്നിൽ ഇപ്പൊ നമുക്കറിയാം ഈ പേരുകൾ, നടന്മാരുടെ പേരുകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. അമിത് ചക്കാലക്കലിന്റെ അടക്കം പേരുകളൊക്കെ തന്നെ അമിത്തിന് ഇതിൽ വളരെ വലിയ ബന്ധമാണ് മുതലായ കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നീട് അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നുമില്ല. അപ്പോൾ ആളുകൾക്കൊക്കെ തന്നെ പേടിയും സംശയവും ഒക്കെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും അത് ഈ പൊതുസമൂഹത്തിൽ അതിനെക്കുറിച്ചുള്ള അന്ന് വലിയ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയിരുന്നു. ഇപ്പൊ അന്വേഷണം നടക്കുന്നില്ല. അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പുതിയ തെളിവുകളോ പുതിയ കാര്യങ്ങളോ പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ അന്ന് സംശയത്തിൽ പറഞ്ഞ ഈ പല ആൾക്കാരെ കുറിച്ചിട്ടും യാതൊരു വിവരവുമില്ല. അന്ന് സീസ് ചെയ്ത വാഹനങ്ങൾ എന്ത് ചെയ്യുന്നതിനെ പറ്റിയ അഭിപ്രായമില്ല. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്വേഷണം അവിടെ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസി വളരെ സീക്രട്ടായിട്ട് അന്വേഷണം നടത്തുന്നുണ്ടാവും. പക്ഷെ പുതിയ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വരാത്തതുകൊണ്ടായിരിക്കാം നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും അന്ന് വന്ന പല പേരുകളും പല പ്രധാനപ്പെട്ട ആൾക്കാരുടെ പല നടന്മാരുടെ പേരുകളൊക്കെ വന്നിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട എവിഡൻസുകൾ പുറത്തേക്ക് വന്ന് കാണുന്നില്ല. അതുപോലെ തന്നെ അന്ന് പറഞ്ഞ പല വെഹിക്കിളും നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തോ എന്നും മനസ്സിലാകുന്നില്ല. അപ്പം അത് ഈ അന്വേഷണം എനിക്ക് തോന്നുന്നത് വളരെ സീരിയസ് ആയിട്ട് പോകുന്നില്ല എന്ന് സംശയം ഉദിക്കുന്നത് സ്വാഭാവികമാണ്. അത് മാറ്റേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും കസ്റ്റംസിനും ബാക്കി ഏജൻസിക്കുമാണ്. അത് അത്തരത്തിൽ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ നടന്മാരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്. അതായത് നടന്മാർ, അതേപോലെ രാഷ്ട്രീയക്കാർ, ഇവർക്കൊക്കെ തന്നെ വളരെ സ്വാധീനമുണ്ട് മുതലായ കാര്യങ്ങളൊക്കെയാണ് പൊതുജനങ്ങൾക്ക് ഉള്ള ഒരു സംശയം. പക്ഷേ ഈ അന്വേഷണത്തിൽ നമുക്ക് കൃത്യമായിട്ട് വേണ്ടുന്നത് ഇങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനടക്കം തന്നെ ഒരു രാജ്യദ്രോഹത്തിലേക്കൊക്കെ തന്നെ കടക്കുന്ന ഒരു കാര്യമാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇത്രയും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ, അതൊക്കെ വലിയ 150ഓളം വാഹനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ നടന്മാരുടെ വാഹനം എന്നൊക്കെ പറയുമ്പോൾ ഇവർ ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ ഇവരുടെ ഫോളോവേഴ്സിനൊക്കെ തന്നെ ഒരു മാതൃകയാകേണ്ട വ്യക്തികളാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും കാരണം ഇതിൽ പറഞ്ഞ പ്രമുഖ വ്യക്തികളുടെ പേരുകളൊക്കെ അന്ന് വന്നിരുന്നു. അവര് മുഖാന്തരം പല വാഹനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടെന്ന് പല അഭിപ്രായങ്ങളും വന്നിരുന്നു. അപ്പോൾ പൊതുസമൂഹത്തിൽ ഈ അന്വേഷണം എന്തായി എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ആൾക്കാർ അവരെ സ്വാധീനം ഉപയോഗിച്ച് അതിന് രക്ഷപ്പെട്ടോ, അതല്ല വേറെ വല്ല കാര്യങ്ങളുണ്ട് ഈ കേസുകളൊക്കെ ഇല്ലാതാക്കിയോ തേച്ചു മായ്ച്ചു കളഞ്ഞോ. അപ്പൊ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ വരെ സംശയം ഉദിക്കുന്ന തരത്തിൽ ഇൻഫർമേഷൻ വരുന്ന ഇത്തരത്തിൽ കേസുകളിൽ എന്താണ് മെല്ലെ പോക്ക്. അപ്പൊ ഇത്തരത്തിൽ ഈ പൊതുസമൂഹം സംശയിച്ച തെറ്റൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അത് അന്വേഷണ ഏജൻസി വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അവർക്കുണ്ട്. അവർ അന്ന് പറഞ്ഞ പല ഇൻഫർമേഷൻ ശരിയാണോ ശരിയല്ല എന്നോ, അല്ല അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യം തീർച്ചയായിട്ടും പറയണം. പക്ഷെ അത് പുറത്തു വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഉണ്ടാവുന്ന സംശയം തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്യാൻ പറ്റും. കാരണം അവരുടെ സ്വാധീനം കൊണ്ട് അന്വേഷണമൊക്കെ വഴിതെറ്റിച്ച് പോയോ, അതിന് ഉത്തരം തീർച്ചയായും പറയേണ്ടത് കസ്റ്റംസ് ആണ്. അത് അന്വേഷിച്ചാൽ മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.